അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. ഖുർആൻ 3 ഭാഗമാണെങ്കിൽ 1/3 ഖുൽ ഹുവല്ലാഹു അഹദാണ്. അത്രയും പവറുള്ള സൂറയാണത്. ചിലരിങ്ങനെ കളിയാക്കും, എല്ലായിടത്തുണ്ട് മൂല്യന്മാർക്കൊരു അൽഫാത്തിഹ. എന്താ അങ്ങനെ പറയേണ്ട കാര്യം? ഇത് മുസ്ലിം അല്ലാത്ത ഒരാൾ പറയണമെങ്കിൽ ഓക്കെ, അവർക്ക് പിന്നെ എന്തും പറയാം. അവരറിയില്ലാത്തവരാണ്, വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. ഇത് ഒരു മരണ വീട്ടില് അവിടെ ദ്വാരക്കാൻ നിന്നാൽ ഇവിടെ ദ്വാരക്കണ്ട കേട്ടോ. നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുന്ന സദസ്സാണ്, ഒരു പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ഫാത്തിഹ ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 ഓതിയ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ ഫضലാണ്. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, എല്ലാ ഷർറിനും കാവലാണ്. അത് ഊതിയിട്ട് ദ്വാരക്കാണ്, വിടൂല. ഇത് നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതാ ചോദ്യം. പൊന്നാര ചങ്ങാതി, ഇങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മുഅ്മിനീങ്ങൾക്ക് വിശാലമാക്കി തന്ന വിഷയങ്ങളുണ്ട്. ദിക്റുകൾ അങ്ങനെയാണ്, എപ്പോഴും ചൊല്ലാം. ബാത്റൂമിൽ നിന്ന് അങ്ങനെ ചെല്ലാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ അല്ലെ, ചെല്ലാൻ പാടില്ല, അല്ലെ ഖുർആൻ പിന്നെ ഓതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ജനാബത്ത്, മറ്റു വിഷയങ്ങൾ ഒക്കെ മഫ്തൂഹാൻ. നിങ്ങൾ എവിടുന്ന് ദ്വാരുന്നോ, എവിടുന്ന് ദിക്ർ ചൊല്ലിക്കോ, എണ്ണം എത്ര വേണമെങ്കിലും ചൊല്ലിക്കോ. അതൊക്കെ എന്ത് ചെയ്തു? അവിടെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ സാധുക്കൾ എന്താണ്? ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർ സദസ്സിൽ ദ്വാരക്കുമ്പോൾ കൈ വെക്കൂല. ഞാൻ എന്ത് വെക്കുക, ഞാൻ അതുപറ്റ ഉത്തരം കിട്ടിയാലോ, എൻ്റെ ഒരു വോട്ടേക്ക് വേണ്ട, ഇതാണ് എൻ്റെ അർത്ഥം. ഇതൊക്കെ വിവരമില്ലായ്മ എന്നല്ല, എന്താ പറയാ. ഇത്രയും ഇൽമും വിവരങ്ങളുള്ള കാലത്തും നമ്മുടെ നാട്ടിലൊക്കെ എത്ര ഇങ്ങനെ ഒരു നിക്കാഹ്, ഒരു പുതിയ ഇറങ്ങുകയാണ്, ഒരു പുതിയാപ്പിള ഇറങ്ങുകയാണ്, ഒരു മയ്യത്തിനെ യാത്രയാക്കുകയാണ് ഖബറിലേക്ക്. ഒരാള് യാത്ര പുറപ്പെടുകയാണ്, ആ വീട്ടിൽ ദ്വാരക്കൂലേ? എത്ര വലിയ പുണ്യമാണ്. എന്താണ് ദ്വാരക്കണത്? 1 ഫാത്തിഹ, ഖുർആനല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത്രയും പവർഫുള്ളായ സൂറകളാണത്. അതൊക്കെ ഒന്ന് ഓതി കിട്ടാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കണം. ഒരു മനുഷ്യൻ ഒന്ന് ഓതി തരട്ടെ, ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യട്ടെ, ഒന്ന് ആമീൻ പറഞ്ഞാൽ പോരെ. എത്ര ഭാഗ്യമാണ്, എത്ര സൗഭാഗ്യമാണ്, എത്ര പുണ്യമാണ്. ഉമ്മമാരും വാപ്പമാരൊക്കെ മരിച്ചു കിടക്കുമ്പോഴേ എത്ര സൊറ പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ ഖുർആൻ ഓതിയ എണീറ്റ് പോകണം ഇല്ലേ? ഖുർആൻ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന മക്കളില്ലേ? ആരാ ഇവരിങ്ങനെയൊക്കെ പഴപ്പിച്ചത്? ആരാണ് ഇവരുടെ തലയിലേക്ക് ഇങ്ങനെ വിഷം വെച്ചു കൊടുത്തത്? അവിടെ വർത്തമാനം പറയുന്നതും സൊറ പറയുന്നതും അതിനൊക്കെ ഒന്നും തെളിവ് വേണ്ട. ഇതിന് തെളിവ് വേണമല്ലോ. അവിടെയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയങ്ങൾ ചെയ്യാൻ പാടില്ല. മഫ്തൂഹായി വിട്ട ചില വിഷയങ്ങളുണ്ട്, അത് ലിമിറ്റ് ചെയ്തിട്ടല്ലേ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ഇബാദത്തുകൾ എവിടെ ചെയ്താലും ഇബാദത്ത് ഇബാദത്തല്ലേ, ഖുർആൻ ഖുർആനല്ലേ, ദിക്ർ ദിക്റല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലെങ്കിലും ഇതൊരു ദിക്റാണ്, ഇതൊരു ഖുർആനാണ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. അത് നമ്മുടെ വർത്തമാനങ്ങളെക്കാളും എത്രയോ പുണ്യമാണ്. അവിടെ ബറക്കത്ത് വരും, അവിടെ മലായിക്കത്തോ റഹ്മ വരും. ഇത് ചിന്തിക്കാനുള്ള ഒരു ചെറിയൊരു ബുദ്ധി പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റിദ്ധാരണ മാറാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. പുണ്യനബിതങ്ങൾ മുഅവ്വിദാത്തുകൾ ഓതുകയും വയംഫുസു, ശരീരത്തിലേക്ക് ഊതുകയും ചെയ്യും. നഫസ എന്ന് പറഞ്ഞ ഊതുക എന്നാണ്. ഊതും തങ്ങള്. ഫലമ്മഷ്തദ്ദ വജഉഹു, ഹബീബ